നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരുവുനായ ശല്യം വിശദീകരണം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. തെരുവുനായ്ക്കളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കണമെന്ന് കലക്ടറോട് കമ്മീഷൻ. മലയോരത്തിന്റെ അഭിമാനമായി മാറി വേഗതയുടെ മിന്നും താരം ജിസ്ന മാത്യു. ജിസ്നയ്ക്ക് സർക്കാർ നൽകിയ വാഗ്ദാനം യാഥാർത്ഥ്യത്തിലേക്ക്. താരത്തെ സ്വീകരിക്കാനൊരുങ്ങി ടാറിംഗ് നടത്തിയ പുതിയ റോഡ്. ആഹ്ലാദത്തിമിർപ്പിൽ പ്രദേശവാസികൾ. അനാസ്ഥയുടെ നേർക്കാഴ്ചയായി പുതിയങ്ങാടി മത്സ്യഭവൻ കെട്ടിടം. വാതിലുകളും ജനലുകളും തകർന്ന കെട്ടിടത്തിൽ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. ജീവൻ പണയം വെച്ച് ജീവനക്കാർ. നടപടി സ്വീകരിക്കാതെ അധികാരികൾ. ആലക്കോട് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ശുചീകരിക്കാൻ ആളില്ലാതെ നാശത്തിന്റെ വക്കിൽ. ദിനംപ്രതി നൂറുകണക്കിന് ആളുകളെത്തുന്ന കേന്ദ്രം പകർച്ചവ്യാധി ഭീഷണിയിൽ. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. അക്രമകാരികളായ തെരുവു നായ്ക്കളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന കാര്യം വിശദീകരിക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാരോട് നിർദ്ദേശിച്ചു. പരിക്കേറ്റവരുടെ സഹായത്തിനായി സ്വീകരിച്ച നടപടികളും ജില്ലാ കലക്ടറോട് കമ്മീഷൻ ആരാഞ്ഞു. തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ സഹായത്തിനായി സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാൻ ജില്ലാ കലക്ടറോടും അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളടക്കം നിരവധി പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്താണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കെ മോഹൻകുമാർ കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ നടത്തിയ സിറ്റിംഗിൽ ഉത്തരവിട്ടത്. സീൽ ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ കാൽടെക്സിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടി വികസന പ്രവർത്തികൾ ആരംഭിച്ചു. കാൽടെക്സ് ഗാന്ധി സർക്കിളിനോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് വീതി കൂട്ടുന്നത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ കാൽടെക്സിലെ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി കളക്ടറേറ്റ് വകുപ്പ്, AKG സർക്കിൾ, താലൂക്ക് ഓഫീസ് കോംപ്ലക്സ്, പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിലെ സ്ഥലമാണ് വീതി കൂട്ടാൻ ഉപയോഗിക്കുന്നത്. കളക്ടറേറ്റിന് മുൻവശത്തെ നടപ്പാതയും വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കി. പുതിയ ഓവുചാലും നിർമ്മിക്കുന്നുണ്ട്. MP ഫണ്ടിൽ നിന്നും 7.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വികസനം നടത്തുന്നത്. ഫെബ്രുവരിയോടെ പണി പൂർത്തിയാക്കാനാകുമെന്നാണ് പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം ഉദ്ദേശിക്കുന്നത്. സീൽ ന്യൂസ്, കണ്ണൂർ. മാങ്ങാട്ടുപറമ്പിലെ വർദ്ധിച്ചുവരുന്ന വായു ജല മലിനീകരണത്തിനെതിരെ ജനകീയ കൺവെൻഷനും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. പ്രശസ്ത സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ കരിവെള്ളൂർ മുരളി വിഷയാവതരണം നടത്തി. മനുഷ്യരിവിടെ വന്നുപോകുന്നു, പതിനായിരക്കണക്കായ മനുഷ്യരിവിടെ അധിവസിക്കുന്നു. ഈ ജനങ്ങളുടെ മുഴുവൻ ആരോഗ്യവും ഈ ജനങ്ങളുടെ മുഴുവൻ ആയുസ്സും അവരുടെ സ്വൈര്യ ജീവിതവും ഉറപ്പുവരുത്തുക എന്നത് ഈ നാട്ടിലെ മുഴുവൻ ബഹുജന പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ സർക്കാർ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഔദ്യോഗിക സംവിധാനങ്ങളുടെയും ചുമതലയാണ്. അവർ അതിനോട് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അങ്ങനെ പ്രതികരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ജനങ്ങളുടെ വലിയ രോഷവും പ്രതിഷേധവും ഉയർന്നു വരണം. ആന്തൂർ നഗരസഭയുടെയും കല്ലേശ്ശേരി പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലും മാങ്ങാട്ടുപറമ്പിലെ വ്യവസായശാലകൾ തള്ളുന്ന വിഷമാലിന്യങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ശ്വാസകോശ രോഗങ്ങളും അർബുദം ഉൾപ്പെടെയുള്ള രോഗങ്ങളും പ്രദേശത്ത് വ്യാപകമാണെന്ന് വിവിധ പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പഠനങ്ങളിൽ കേരളത്തിൽ തന്നെ അസാധാരണമായ തോതിൽ അന്തരീക്ഷ മലിനീകരണമുള്ള ഏക പ്രദേശം മാങ്ങാട്ടുപറമ്പാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ധർമ്മശാലയിൽ നടന്ന കൺവെൻഷനിൽ MK സതീഷ് കുമാർ വിഷയാവതരണം നടത്തി. കരിവെള്ളൂർ മുരളി അധ്യക്ഷത വഹിച്ചു. SS അനിൽ, പ്രൊഫസർ MK ഗോവിന്ദൻ, ടി ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. മുത്തൂറ്റ് ഫിൻകോർപ്പിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ കമ്പനി അധികാരികൾ പീഡിപ്പിക്കുന്നതിനെതിരെ പണിമുടക്ക് സമരവുമായി ജീവനക്കാർ രംഗത്ത്. തളിപ്പറമ്പ് ബ്രാഞ്ചിലെ ജീവനക്കാർ പണിമുടക്കി ഓഫീസിനു മുന്നിൽ സമരം നടത്തി. മുത്തൂറ്റ് ഫിൻകോർ തളിപ്പറമ്പ് ബ്രാഞ്ചിലെ ജീവനക്കാരാണ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ചിറ്റ്സ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസസ് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. യൂണിയനിൽ ചേർന്നതിന്റെ പേരിലും മറ്റ് സ്ത്രീ തൊഴിലാളികളെ ഉൾപ്പെടെ കമ്പനി അധികാരികൾ പീഡിപ്പിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. തളിപ്പറമ്പ് ബ്രാഞ്ച് ഇൻചാർജിനെ ആരും അറിയാതെ സ്ഥലം മാറ്റി അദ്ദേഹത്തെ വെറും സ്റ്റാഫായിട്ട് തരം താഴ്ത്തുകയായിരുന്നു കമ്പനി ചെയ്തത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ സമര പരിപാടികൾ യൂണിയൻ എന്നുള്ള നിലയ്ക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ്
ഇന്ന് രാവിലെ ഇവിടെ ഞങ്ങൾ ബ്രാഞ്ചുകൾ ഉപരോധിക്കുന്നത്. ഇത് തളിപ്പറമ്പിൽ മാത്രമല്ല ഈ സംഭവം നടന്നത്. തളിപ്പറമ്പിൽ ഈ സംഭവം നടന്നത് രണ്ടാമതാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ നവംബർ 30-ന് ശ്രീകണ്ഠപുരം ബ്രാഞ്ചിലും സമാനമായ സംഭവമുണ്ടായി. അവിടുത്തെ സ്റ്റാഫിനെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി, അവിടുത്തെ ബ്രാഞ്ച് ഇൻചാർജിനെ ഭീഷണിപ്പെടുത്തി താക്കോല് മേടിച്ച് പുതിയ ഒരാളെ അവിടെ അപ്പോയിൻമെന്റ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും മുത്തൂറ്റിലെ കുറച്ച് മേലുദ്യോഗസ്ഥന്മാർ തനി ഗുണ്ടായിസമാണ് ഈ ബ്രാഞ്ചുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തളിപ്പറമ്പ് ബ്രാഞ്ചിന് മുന്നിൽ നടന്ന സമരം CITU ഏരിയ സെക്രട്ടറി കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. സജീവ് ആന്റണി അധ്യക്ഷത വഹിച്ചു. ഒ സുഭാഗ്യം, PP സജേഷ്, ഷമീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സീൽ ന്യൂസ്, തളിപ്പറമ്പ. മയിൽ പെരുവങ്ങൂരിൽ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവൻ ഉദ്ഘാടനം നടന്നു. കെ സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന നമുക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഈ നാടിനെ വിഴുങ്ങിയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഫാസിസ്റ്റ് നയം കൊണ്ടാണ്. മയിൽ പെരുവങ്ങൂർ വാർഡിൽ നിന്നും ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട CIDF സ്ഥാനാർത്ഥിയായിരുന്ന K അജയ്കുമാറിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ചടങ്ങിൽ ന്യൂനപക്ഷ സെൽ സംസ്ഥാന സമിതി അംഗം PP സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. AP അബ്ദുള്ളക്കുട്ടി MLA, DCC സെക്രട്ടറി O നാരായണൻ, കൊളച്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V പത്മനാഭൻ, മയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP ചന്ദ്രൻ, KC ഗണേശൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, മയിൽ. മലയോരത്തിന്റെ അഭിമാനമായി മാറിയ വേഗതയുടെ താരം ജിസ്ന മാത്യുവിന് നൽകിയ വാഗ്ദാനം നടപ്പിലാകുന്നു. കഴിഞ്ഞ ദേശീയ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് വേണ്ടി സ്വർണ്ണ കൊയ്ത്ത് നടത്തിയതോടെയാണ് ജിസ്നയുടെ വീട്ടിലേക്കുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ടാറിംഗ് നടത്തുമെന്ന് മന്ത്രി KC ജോസഫ് ഉറപ്പു നൽകിയത്. 4 അന്താരാഷ്ട്ര മീറ്റുകൾ, പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം മെഡൽ, കുഞ്ഞു പ്രായത്തിൽ തന്നെ അന്താരാഷ്ട്ര വേദികളിൽ പ്രതിഭ തെളിയിച്ച് മലയോരത്തിന്റെ അഭിമാനമായി മാറിയ ജിസ്നയുടെ വീട്ടിലേക്കുള്ള റോഡ് തകർന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അധികൃതർ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഈ റോഡ് റീടാറിംഗ് നടത്താൻ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കയറിയിറങ്ങാത്ത ഓഫീസുകളുമില്ല. ആ സമയത്താണ് കഴിഞ്ഞ വർഷം ദേശീയ മീറ്റിൽ സ്വർണം കൊയ്ത ജിസ്നയെ നേരിട്ട് കാണാൻ മന്ത്രി KC ജോസഫ് താവുകുന്ന് ബക്കിരിമലയിലെ വീട്ടിലെത്തിയത്. റോഡിന്റെ ദയനീയാവസ്ഥ നേരിട്ട് കണ്ടതോടെ 2 കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡ് റീടാറിംഗ് പ്രവൃത്തികൾക്കായി 25 ലക്ഷം രൂപ മന്ത്രി അനുവദിക്കുകയായിരുന്നു. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിലെ മിന്നുന്ന വിജയം കാഴ്ചവെച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തുന്ന ജിസ്നയെ കാത്തിരിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ മൺറോഡിന് പകരം ആധുനിക രീതിയിൽ നിർമ്മിച്ച ടാറിംഗ് റോഡായിരിക്കും. അതിനുള്ള പ്രവൃത്തി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും. ഒരിക്കലും തങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന നല്ല റോഡ് ജിസ്ന എന്ന കായിക താരത്തിലൂടെ നേടാനായത് തങ്ങളുടെ നാടിന്റെ ഭാഗ്യമായി കാണുകയാണെന്ന് പ്രദേശവാസിയായ കണ്ണംകുളം സെബാസ്റ്റ്യൻ പറഞ്ഞു. ജിസ്ന മാത്യുവിനെ ഓർത്തിട്ട് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ദേശത്തുള്ളവരും അഭിമാനിക്കുകയാണ്. കാരണം ഞങ്ങൾക്കൊരിക്കലും ഈ റോഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്കൊരിക്കലും അർഹതയുള്ളത് പോലല്ലേ റോഡ്. ജിസ്ന മാത്യു ഇങ്ങനെ വളരെ മിടുക്കത്തിയായിട്ട് നാഷണൽ ലെവലിലൊക്കെ ഇങ്ങനെ സ്പോർട്സിൽ കൈവരിച്ച നേട്ടത്തിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഇവിടുത്തെ മന്ത്രി ഈ ദേശത്തിന് വേണ്ടിയിട്ട് ജിസ്ന മാത്യു വീട് സന്ദർശിക്കുകയും ഈ ദേശത്തിന് വേണ്ടി റോഡ് തരികയും ചെയ്തു. അതുകൊണ്ട് ഈ ദേശത്തിൻ്റെ സമ്പൂർണ്ണമായ വികസനത്തിന് ഈ റോഡ് സഹായകരമായി. അതിന് ഞങ്ങൾ പ്രത്യേകിച്ച് ജിസ്ന മാത്യുവിനോടും ഈ മണ്ഡലത്തെ പ്രതികരിക്കുന്ന മന്ത്രിയായിട്ട് KC ജോസഫിനോട് ഒത്തിരി നന്ദിയുള്ളവരും കടപ്പാടുള്ളവരുമാണ്. താവുകുന്ന് കവലയിൽ നിന്നും ബക്കിരിമലയിലേക്കുള്ള 2 കിലോമീറ്റർ ദൂരം ഇനി എക്കാലവും അറിയപ്പെടുക ജിസ്ന മാത്യു എന്ന വേഗതയേറിയ താരത്തിന്റെ പേരിലായിരിക്കും. സീൽ ന്യൂസ്, ആലക്കോട്. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ പരിപാടി 2015ന്റെ ഭാഗമായി കണ്ണൂർ കളക്ടറേറ്റിലെ മുഴുവൻ ജീവനക്കാർക്കും സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യകരമായ ജോലിസ്ഥലം എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി DMO ഡോക്ടർ രേഖ, ഡോക്ടർമാരായ K മനോജ്, രാജേശ്വരി, P സന്തോഷ്, ഹരീഷ് തുടങ്ങിയ ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനും മറ്റു ഭരണസമിതി അംഗങ്ങൾക്കും സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ OV ഗീത അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട EP ഓമന, മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K ഗോവിന്ദന് വിനോദ് കുമാർ ഉപഹാരം നൽകി.
കല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CT പുരുഷോത്തമൻ, പ്രദീപൻ, K ലക്ഷ്മണൻ, NV രാജൻ, നിഷ, സുമ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. ആലക്കോട് ബസ് സ്റ്റാൻഡിലുള്ള പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷൻ ശുചീകരിക്കാൻ ആളില്ലാതെ നാശത്തിന്റെ വക്കിൽ. ടൗണിലെത്തുന്നവർക്ക് ഏറെ ഉപയോഗപ്രദമായിരുന്ന ഈ കംഫർട്ട് സ്റ്റേഷൻ ഇന്ന് പകർച്ചവ്യാധികളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ആലക്കോട് പഞ്ചായത്ത് അധികൃതർ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷനാണ് ഇത്. ഒരു കാലത്ത് ഇവിടം ശുചീകരിക്കാനും മറ്റും ഒരു താൽക്കാലിക ജീവനക്കാരനെ പഞ്ചായത്ത് അധികൃതർ നിയമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയാണ്. ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തിക്കുന്ന നിരവധി സർക്കാർ സ്ഥാപനങ്ങളിൽ എത്തുന്നവരും വ്യാപാരികളും മറ്റും ഉപയോഗിക്കുന്ന ഈ ശൌചാലയം ഇന്ന് കൊതുകുകളുടെ താവളമാണ്. സമീപത്തെ വ്യാപാരികളെല്ലാം ദുർഗന്ധം കാരണം കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും. തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിലെത്തുന്നവർ മൂക്കുപൊത്തിയാണ് ഇതുവഴി കടന്നുപോകുന്നത്. കംഫർട്ട് സ്റ്റേഷനിലേക്ക് ആവശ്യമായ ജലവിതരണത്തിനായി ലക്ഷങ്ങൾ മുടക്കി കുഴൽക്കിണർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായി വെള്ളം പമ്പ് ചെയ്യാൻ ജീവനക്കാരില്ലാത്തതാണ് ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ആലക്കോട് ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾക്കും അല്ലെങ്കിൽ ആലക്കോട് ടൗണിലെത്തുന്ന ജനങ്ങൾക്കുമൊക്കെ വളരെ ഉപകാരപ്രദമായ രീതിയിൽ നിലനിൽക്കേണ്ട ഈ കംഫർട്ട് സ്റ്റേഷൻ ഇന്ന് വളരെ മോശമായ അവസ്ഥയിലാണ്. വെള്ളമില്ലാത്ത അവസ്ഥ കൊണ്ട് വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനുള്ളത്. ഇതിന് എത്രയും പെട്ടെന്ന് നമ്മുടെ നിലവിൽ പുതിയതായി വന്ന പഞ്ചായത്ത് ഭരണസമിതി ഒരു നടപടി കൈക്കൊള്ളണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ വിഷയം നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും വേണ്ട നടപടികൾ ഇതുവരെയായിട്ടും കൈക്കൊണ്ടിട്ടില്ല. അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ പല മുറികളും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ചില മുറികളിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതും കാണാം. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പുതിയ ഭരണസമിതിയെങ്കിലും തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് വളരെ പ്രധാനമായ ഒരു വിഷയമാണെന്നും തൊട്ടടുത്ത ദിവസം തന്നെ കംഫർട്ട് സ്റ്റേഷൻ ശുചീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നും വാർഡ് മെമ്പറും ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ഗിരിജാമണി പറഞ്ഞു. ബസ് സ്റ്റാൻഡിൽ നിലവിലുള്ള കംഫർട്ട് സ്റ്റേഷൻ കസ്റ്റോഡിയൻ ഇല്ലാതെ ഇരിക്കുകയാണ്. അതിൽ ഒരു കസ്റ്റോഡിയനെ നിയമിക്കുന്നതും ഉടനടി അത് വൃത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമായിരിക്കും. ആലക്കോട് ടൗണിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കംഫർട്ട് സ്റ്റേഷൻ. അത് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനടി അത് സ്ഥലം കണ്ടെത്തി നടപ്പാക്കുന്നതാണ്. സീൽ ന്യൂസ്, ആലക്കോട്. ശ്രീകണ്ഠാപുരം ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുറഹിമാൻ കല്ലായി ഉദ്ഘാടനം ചെയ്തു. K സലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അഷ്കർ ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. PP അബൂബക്കർ ഹാജി, PK ഷിഹാബ്, PP ഉസ്മാൻ ഹാജി, KT ഇബ്രാഹിം ഹാജി, AP മുനീർ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. വയക്കര NSS കരയോഗത്തിന്റെയും വയക്കര വനിതാ സമാജത്തിന്റെയും നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗവും HRSL പഠന ക്ലാസും സംഘടിപ്പിച്ചു. NSS തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് V രാഘവൻ ഉദ്ഘാടനം ചെയ്തു. വയക്കര GUP സ്കൂൾ പരിസരത്ത് നടന്ന പരിപാടിയിൽ കരയോഗം പ്രസിഡന്റ് AV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മന്നത്ത് പത്മനാഭന്റെ ധന്യനിമിഷങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടന്നു. VV സന്തോഷ്, J ജഗദമ്മ, മധു തൊട്ടയിൽ, KV ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. മുണ്ടേരി LP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MC മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര മുണ്ടേരിമുട്ട ചുറ്റി സ്കൂളിൽ സമാപിച്ചു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MC മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. KC ഷീബ, PC അഹമ്മദ് കുട്ടി, CH മുഹമ്മദ് കുട്ടി, ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. 1916 ഏകാധ്യാപക വിദ്യാലയമായി ആരംഭിച്ച സ്കൂളിൽ ഇന്ന് 5 അധ്യാപകരും 148 വിദ്യാർത്ഥികളുമുണ്ട്. വിദ്യാഭ്യാസ പ്രദർശനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി വിവിധ പരിപാടികളാണ് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുക. സീൽ ന്യൂസ്, മുണ്ടേരി. കരുവഞ്ചാലിൽ വൈസ്മെൻ ക്ലബ്ബ് പൊതുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന കരുവഞ്ചാൽ മഹോത്സവത്തിന് 19-ന് തുടക്കമാവും. ജനുവരി 3 വരെ നടക്കുന്ന മഹോത്സവത്തിൽ വിവിധ കലാകായിക സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. കരുവഞ്ചാൽ മേഖലയിൽപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ, സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് വ്യത്യസ്ത സ്ഥാപനങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ഈ മഹോത്സവം നടത്തപ്പെടുക. മഹോത്സവത്തോടനുബന്ധിച്ച് കാർണിവൽ, വിവിധ കലാ പരിപാടികൾ, സ്റ്റേജ് ഷോകൾ, വോളിബോൾ മേള, ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഷട്ടിൽ ടൂർണമെൻറ്റ്, ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ്,
മെഡിക്കൽ ക്യാമ്പുകൾ, കാർഷിക പ്രദർശനങ്ങൾ, സെമിനാറുകൾ ഇവയെല്ലാം പുറത്തിറങ്ങിക്കൊണ്ടാണ് കരുവഞ്ചാൽ മഹോത്സവം നടത്തപ്പെടുക. 19 വൈകുന്നേരം 4 മണിക്ക് കരുവഞ്ചാൽ ടൗണിൽ നടക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. ഘോഷയാത്ര വൈസ്മെൻസ് റീജിയണൽ ഡയറക്ടർ PA ബേബി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാലൻ മഹോത്സവത്തിന് തിരിതെളിയിക്കും. വിവിധ ദിവസങ്ങളിലായി ഷട്ടിൽ ടൂർണമെന്റ്, ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ കായിക മത്സരങ്ങളും മെഡിക്കൽ ക്യാമ്പ്, നാടൻ കലാമേള, സംഗീതനിശ, കാർണിവൽ തുടങ്ങിയ പരിപാടികളും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സാബു ചാണക്കാട്ടിൽ, സണ്ണി മന്നാടിയേൽ, NM ഷാജിമോൻ, ഷൈജു കോലഞ്ചേരി, സിറിയ കരിമുണ്ടക്കൽ, അൻഷദ് കരുവഞ്ചാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. പുതിയങ്ങാടിയിലെ മത്സ്യഭവൻ കെട്ടിടം അപകടാവസ്ഥയിൽ. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ചാണ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്നത്. ഇത് പുതിയങ്ങാടിയിലെ മത്സ്യഭവന്റെ കെട്ടിടം. ഏതു നിമിഷവും തകർന്നു വീഴാറായ അവസ്ഥയിൽ. വാതിലുകളും ജനലുകളുമെല്ലാം തകർന്നിരിക്കുന്നു. വർഷങ്ങളായി ഇവിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടും ഒരു ചിറകു മാത്രമുള്ള പുരാവസ്തുവിന് സമാനമായ ഫാനും ഇവിടെ കാണാം. മഴക്കാലത്ത് കെട്ടിടമെല്ലാം ചോർന്നൊലിക്കും. പുതിയങ്ങാടി, പാലക്കോട്, കവ്വായി പ്രദേശങ്ങളിലെ 1000-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ആശ്രയകേന്ദ്രം കൂടിയാണ് ഇത്. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസും ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസും പ്രവർത്തിക്കുന്നതും ഈ കെട്ടിടത്തിലാണ്. 4 ജീവനക്കാർ ഇവിടെ ജോലി ചെയ്തു വരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ വിവിധ ക്ഷേമ ഫണ്ടുകൾ ഇവിടെ വെച്ചാണ് വിതരണം ചെയ്യുന്നതും. ഓഫീസിന്റെ ശോച്യാവസ്ഥ ഇവിടെയെത്തുന്ന മത്സ്യത്തൊഴിലാളികളെയും ദുരിതത്തിലാക്കുന്നുണ്ട്. ഓഫീസ് നവീകരണത്തിനാവശ്യമായ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയായും ഉണ്ടായിട്ടില്ല. പ്രദേശത്തെ ജനപ്രതിനിധികളും പ്രശ്നം ഗൌരവമായി കാണുന്നില്ലെന്നാണ് ആക്ഷേപം. സീൽ ന്യൂസ്, ചെറുകുന്ന്. ശ്രീകണ്ഠാപുരം ടൗൺ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മുനിസിപ്പാലിറ്റി ചെയർമാൻ PP രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പ്രകാശൻ നെടിയേങ്ങ അധ്യക്ഷത വഹിച്ചു. ശ്രീകണ്ഠാപുരം സബ് ഇൻസ്പെക്ടർ PV സജീവ് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. VV സന്തോഷ്, MO മാധവൻ, AP മുനീർ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. തളിപ്പറമ്പ് താലൂക്ക് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ 16ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. യൂണിയൻ പ്രസിഡന്റ് TR മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. CB മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. MM നാരായണൻ, K റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ട്രാഫിക് SI ഷാജഹാൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തുടർന്ന് സ്കോളർഷിപ്പ് വിതരണവും നടന്നു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ആർട്ട് ഓഫ് ലിവിംഗ് നേതൃത്വത്തിൽ നടക്കുന്ന വൃശ്ചിക മാസ രുദ്രപൂജയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ആർട്ട് ഓഫ് ലിവിംഗ് കുറ്റ്യാട്ടൂർ സെന്ററിലാണ് ഉദ്ഘാടനം നടന്നത്. രുദ്രപൂജ പ്രാചീന കാലം മുതൽ തന്നെ ഭാരതത്തിൽ അനുഷ്ഠിച്ചു വരുന്നതാണ്. ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ശ്രീ രവിശങ്കറിന്റെ ബാംഗ്ലൂർ ആശ്രമത്തിലെ വേദവിജ്ഞാൻ മഹാവിദ്യാപീഠത്തിലെ ആചാര്യന്മാരായ ബ്രഹ്മചാരി പ്രശാന്ത്, സന്തോഷ് എന്നിവർ രുദ്രപൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് കുറ്റ്യാട്ടൂർ സെന്റർ നേതൃത്വത്തിൽ കുറ്റ്യാട്ടൂർ ശ്രീ ശങ്കര വിദ്യാനികേതൻ സ്കൂളിലാണ് രുദ്രപൂജയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നത്. ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ ഭാരവാഹി KP പ്രശാന്ത് നമ്പ്യാർ, വിനോദ് അരിയേരി എന്നിവർ നേതൃത്വം നൽകി. പ്രസാദ് മുള്ളൂലിന്റെ നേതൃത്വത്തിൽ സത്സംഗം നടന്നു. വരും ദിവസങ്ങളിൽ ജില്ലയുടെ നിരവധി ഭാഗങ്ങളിൽ വൃശ്ചികമാസ രുദ്രപൂജ നടക്കുമെന്ന് ആർട്ട് ഓഫ് ലിവിംഗ് ഭാരവാഹികൾ പറഞ്ഞു. സീൽ ന്യൂസ്, മയിൽ. DSS കോൺവെന്റ് പട്ടുവവും ഡോൺ ബോസ്കോ ടെക് ഇന്ത്യയും ചേർന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ സൌജന്യ തൊഴിൽ പരിശീലന പരിപാടിയായ ISMO കോഴ്സിന്റെ 2ാമത്തെ ബാച്ച് ഡിസംബർ 10-ാം തീയതി മുതൽ പട്ടുവം DSS സെന്ററിൽ ആരംഭിക്കും. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 18-നും 35-നും മധ്യേ പ്രായമുള്ള യുവതി യുവാക്കളെ 3 മാസം പരിശീലനം നൽകി ജോലിയിൽ പ്രവേശിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പരിശീലന കാലയളവിൽ ഓരോ വിദ്യാർത്ഥിക്കും പരമാവധി 1500 രൂപ വീതം സ്റ്റൈപ്പൻഡ് ഗവൺമെന്റ് നൽകുന്നു. അതോടൊപ്പം യൂണിഫോം, ബാഗ്, മറ്റു പഠനോപകരണങ്ങൾ തികച്ചും സൌജന്യമായി ലഭിക്കുന്നു. പരിശീലനത്തിന് ശേഷം ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ശമ്പളത്തിനു പുറമെ ആദ്യ 2 മാസങ്ങളിൽ 2000 രൂപ വീതം വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഗവൺമെന്റ് സഹായധനമായി നൽകുന്നു. അതോടൊപ്പം നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനായ ക്വസ്റ്റ് അലയൻസും ഡോൺ ബോസ്കോ ടെക്കും DSSും ചേർന്ന് 18-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്കായി 3 മാസം ദൈർഘ്യമുള്ള റീറ്റെയിൽ മാനേജ്മെന്റ് കോഴ്സും DSS സെന്ററിൽ ആരംഭിച്ചിരിക്കുന്നു. താൽപര്യമുള്ളവർ 97 44 57 87 34, 94 97 76 69 56 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക.
ജോബ് കെ ജോസഫ്, CP അഞ്ജുമോൾ, PC പ്രിയ, സിസ്റ്റർ ഫെബിയോള, A ജിനിഷ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. എയർഫോഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കും. സെന്റ് മൈക്കിൾസ് സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ എയർ മാർഷൽ PN പ്രധാൻ മുഖ്യാതിഥിയാകും. വായുസേനയിൽ നിന്ന് വിരമിച്ച അംഗങ്ങളുടെ കൂട്ടായ്മയാണ് എയർഫോഴ്സ് അസോസിയേഷൻ. വായുസേന അംഗങ്ങളുടെ കൂട്ടായ്മയും ക്ഷേമവുമാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യം. വാർത്താ സമ്മേളനത്തിൽ P ചന്തുക്കുട്ടി, S കരുണാകരൻ, BP രാജു, TP പവിത്രൻ, പീതാംബരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. KCYM തലശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ കലാകൈരളിയുടെ കത്തോലിക്ക യുവജനോത്സവം ഉത്സവ് 2015 ഡിസംബർ 11, 12, 13 തീയതികളിലായി നടക്കും. തലശ്ശേരി സാന്റ് ജോസ് മെട്രോപൊളിറ്റൻ സ്കൂളിൽ നടക്കുന്ന യുവജനോത്സവം തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോർജ് ഞെരളക്കാട്ട് ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷം ഇത് ചങ്ങനാശ്ശേരിയിൽ വെച്ചാണ് നടന്നത്. അതിന് മുമ്പത്തെ വർഷം വരാപ്പുഴയിൽ വെച്ച്. ഈ വർഷം ഡിസംബർ 11, 12, 13 തീയതികളിലായിട്ട് തലശ്ശേരിയിൽ വെച്ച് സാന്റ് ജോസ് മെട്രോപൊളിറ്റൻ സ്കൂളിലും കത്തീഡ്രലിന്റെ അങ്കണത്തിലുമായിട്ട് 3 ദിവസമായി കേരളത്തിലെ 31 രൂപതകളിൽ നിന്ന് വരുന്ന 2000-ഓളം അല്ലെങ്കിൽ 2000-3000 വേണ്ടിയുള്ള കേരളത്തിലെ 31 രൂപതകളിൽ നിന്നുള്ള യുവജന കലാ പ്രതിഭകൾ ഈ 3 ദിവസങ്ങളിലായിട്ട് 10-29 ഇനങ്ങളിലായിട്ട് മാറ്റിവെക്കുകയാണ്. കണ്ണൂർ രൂപത മെത്രാൻ റൈറ്റ് റെവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തല, ബത്തേരി രൂപത മെത്രാൻ ജോസഫ് മാർ തോമസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. 13-ന് സമാപന സമ്മേളനം KCBC യൂത്ത് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഉദ്ഘാടനം ചെയ്യും. സിജു അമ്പാട്ട്, ഡെനിസ് മണ്ണാപ്പറമ്പിൽ, ജോമറ്റ് ജോൺ, അഡ്വക്കേറ്റ് മനോജ് M കണ്ടത്തിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവത്തിന് സമാപനം. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി പള്ളിവേട്ട നടന്നു. നാൾ നീണ്ടുനിന്ന രാമപുരം രഥോത്സവത്തിന് സമാപനമായി. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ഭഗവാന്റെ പല്ലക്കെഴുന്നള്ളത്തും പള്ളിവേട്ടയും. 4 ബ്രാഹ്മണന്മാരാണ് ഭഗവാനെ പല്ലക്കിൽ എഴുന്നള്ളിക്കുന്നത് എന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. പല്ലക്കെഴുന്നള്ളത്തിന് ശേഷം ശ്രീഭൂതബലിയും പള്ളിവേട്ടയും നടന്നു. ഭഗവാന്റെ പള്ളിവേട്ട പ്രധാന ചടങ്ങാണ്. വേട്ട നടത്തിയുള്ള തിരിച്ചുവരവ് ഏറെ ആകർഷകമായ ചടങ്ങാണ്. തിങ്കളാഴ്ച രാവിലെ മുതൽ പള്ളി ഉണർത്തൽ, അഭിഷേകം എന്നിവയും നടന്നു. തുടർന്ന് ആറാട്ടെഴുന്നള്ളിപ്പ്, ആറാട്ട് എന്നിവയ്ക്ക് ശേഷം ആറാട്ട് സദ്യയും നടന്നു. ഇതോടെ ഉത്സവാഘോഷത്തിന് സമാപനമായി. സീൽ ന്യൂസ്, ചെറുകുന്ന്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ കാവനാട് രാമൻ നമ്പൂതിരി ഇരിങ്ങാലക്കുട നേതൃത്വം നൽകി. ആചാര്യവരണം മഹാത്മ്യത്തോടെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ചത്. ദിവസവും 6 മണി മുതൽ സഹസ്രനാമത്തോടെ പാരായണം ആരംഭിക്കും. ചൊവ്വാഴ്ച രാവിലെ സൂതശൗതക സംവാദം, കുന്തിസ്തുതി, ഭീഷ്മസ്തുതി എന്നിവ പാരായണം ചെയ്തു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കാവനാട് രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുക. സീൽ ന്യൂസ്, പഴയങ്ങാടി. തളിപ്പറമ്പിലെ ശ്രീനിവാസ രാമാനുജ ഗണിത പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സർക്കാർ ബാങ്ക് ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് മാർഗനിർദ്ദേശവും പരിശീലനവും നൽകുന്നു. പരിശീലനം ഡിസംബർ 12-ന് ശനിയാഴ്ച തളിപ്പറമ്പ് കോട്ട് റോഡിലുള്ള ശ്രീറാംസ് കോളേജിൽ നടക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 94 00 5080 60 0460 2208 270 എന്ന നമ്പറിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. പ്രവേശനം സൗജന്യം. പ്രോഗ്രാമിന്റെ ഭാഗമായി മാതൃകാ മത്സര പരീക്ഷയിൽ 1ാം സ്ഥാനം നേടുന്ന ഒരാൾക്ക് 2016 ഡിസംബർ വരെ എല്ലാ ഞായറാഴ്ചകളിലും സൗജന്യമായ PSC പരീക്ഷാ പരിശീലനവും 2-3 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നു. വാർത്താ സമ്മേളനത്തിൽ ശ്രീറാം ട്രസ്റ്റ് ഡയറക്ടർ NV രമേശ്, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീത സുരേഷ്, പ്രോഗ്രാം ചെയർമാൻ പള്ളിയറ ശ്രീധരൻ, P ശ്രുതി എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. ഭദ്രദീപം ആത്മിക ജ്യോതിഷ മാസിക, കണ്ണൂർ വാസൻ ഐ കെയർ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T പുഷ്പജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KK രൂപേഷിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. TK ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. പ്രഭാഷകരത്നം പയ്യാവൂർ മാധവൻ, ദാമോദരൻ നമ്പൂതിരി, KK ചൂളിയാട് തുടങ്ങിയവർ സംസാരിച്ചു.
വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തിയത്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവുനായ ശല്യം വിശദീകരണം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. തെരുവുനായ്ക്കളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കണമെന്ന് കലക്ടറോട് കമ്മീഷൻ. മലയോരത്തിന്റെ അഭിമാനമായി മാറി വേഗതയുടെ മിന്നും താരം ജിസ്ന മാത്യു. ജിസ്നയ്ക്ക് സർക്കാർ നൽകിയ വാഗ്ദാനം യാഥാർത്ഥ്യത്തിലേക്ക്. താരത്തെ സ്വീകരിക്കാനൊരുങ്ങി ടാറിംഗ് നടത്തിയ പുതിയ റോഡ്. ആഹ്ലാദത്തിമിർപ്പിൽ പ്രദേശവാസികൾ. അനാസ്ഥയുടെ നേർക്കാഴ്ചയായി പുതിയങ്ങാടി മത്സ്യഭവൻ കെട്ടിടം. വാതിലുകളും ജനലുകളും തകർന്ന കെട്ടിടത്തിൽ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. ജീവൻ പണയം വെച്ച് ജീവനക്കാർ. നടപടി സ്വീകരിക്കാതെ അധികാരികൾ. ആലക്കോട് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ശുചീകരിക്കാൻ ആളില്ലാതെ നാശത്തിന്റെ വക്കിൽ. ദിനംപ്രതി നൂറുകണക്കിന് ആളുകളെത്തുന്ന കേന്ദ്രം പകർച്ചവ്യാധി ഭീഷണിയിൽ. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.